നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ, ആലങ്കോട്, കടയ്ക്കാവൂർ ഈ ഭാഗങ്ങളിലെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഇടമായ പാലാങ്കോണം എന്ന സ്ഥലത്താണ്. ഇതുവഴിയാണ് ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ ഭാഗത്തെ പണികൾ ഇഴഞ്ഞു നീങ്ങുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇത് പാലാങ്കോണം ജംഗ്ഷനാണ്. ആലങ്കോടെന്നും മണനാക്ക് കടയ്ക്കാവൂർ റോഡിൽ പോകുന്ന റോഡാണ്. ഈ പ്രധാനപ്പെട്ട ഒരു കവലയാണ്. ഈ പുതിയ റോഡ് ഹൈവേ വരുമ്പോൾ രണ്ട് സർവീസ് റോഡുകൾ അപ്പുറം ഇപ്പുറം വരുന്നുണ്ട്. ആ സർവീസ് റോഡിൽ ബസ് പേയോ കാണിച്ചിട്ടില്ല, ഉണ്ടെന്ന് അറിയാനും വയ്യ. ഈ റോഡിൽ നിന്ന് കടയ്ക്കാവൂർ റോഡിനകത്തൂടെ പോകുന്നതിൽ നടപ്പാതയില്ല, വെറും റോഡ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നടപ്പാത ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് അപ്പുറത്ത് ആ പള്ളിയിൽ പോകുന്നവർക്ക്, മദ്രസയിൽ പോകുന്നവർക്ക്, അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ജംഗ്ഷനിലേക്ക് വരുന്നവർക്ക് യാതൊരുവിധ വഴിമാർഗ്ഗങ്ങളും ഇല്ലാതിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു തടസ്സം ഇവിടെ സൃഷ്ടിക്കുകയാണ്. ആ തടസ്സം മാറി കിട്ടുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെല്ലാം ഇവിടെ ഈ സംഘടിക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന്, കടയ്ക്കാവൂരിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ ആലങ്കോടേക്ക് പോകുന്ന റോഡ്, അത് നമ്മുടെ NH66 വരുന്ന സമയത്ത് അത് ക്രോസ് ചെയ്താണ് പോകുന്നത്. അത് മേൽപ്പാലത്തോടു കൂടിയാണ് പോകുന്നത്. പക്ഷെ ആ മേൽപ്പാലം വരുന്ന സമയത്ത് അതിൻ്റെ രണ്ട് സൈഡുകളിലും നടപ്പാത കാണിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ജുമാ മസ്ജിദുണ്ട്, അതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങൾ അപ്പുറത്തുണ്ട്. അതുപോലെ അവിടെയുള്ളവർക്ക് ഇപ്പുറത്തേക്ക് വരണമെങ്കിൽ ഈ ജംഗ്ഷനിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ അതിന് നടന്നു വരത്തക്ക രീതിയിൽ, കാൽനടയായി വരാൻ പറ്റുന്ന രീതിയിൽ പാലത്തിന് രണ്ട് സൈഡിലും ഫുട്പാത്ത് വേണം എന്നുള്ളതാണ് ഒരു ആവശ്യം. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഹൈവേ കടന്നു പോകുമ്പോൾ അതിൽ സർവീസ് റോഡുണ്ട്. സർവീസ് റോഡ് വഴി ബസ് സർവീസ് ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ ബസ് സർവീസ് വരുന്ന സമയത്ത് ഇതിൻ്റെ രണ്ട് സൈഡിലും ബസ് സ്റ്റോപ്പ് അനുവദിക്കേണ്ടതുണ്ട്. ബസ് സ്റ്റോപ്പ് വരണമെങ്കിൽ ഈ റോഡിൻ്റെ പണി നടക്കുമ്പോൾ സൈഡിൽ ബസ് വേര ആവശ്യകത വളരെ വലുതാണ്. കാരണം ഇത് നമ്മളിവിടെ ഈ ജംഗ്ഷൻ ആ തരത്തിൽ വേണം എന്ന് ആവശ്യപ്പെടുന്നത്, ഇത് പാലാങ്കോണം ജംഗ്ഷനാണ്. പാലാങ്കോണം ജംഗ്ഷൻ വളരെ പുരാതനമായിട്ട് ഈ പ്രദേശത്ത് മുഴുവൻ അറിയുന്നത് പാലാങ്കോണം എന്നാണ്. അപ്പോൾ ഈ പാലാങ്കോണം ജംഗ്ഷനിലാണ് ഈ ഹൈവേ വന്ന് മുട്ടുന്നത്. കാരണം നമ്മൾ മാമത്ത് നിന്നും കല്ലമ്പലത്ത് നിന്നും വരുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിലുള്ള ഏറ്റവും അറിയപ്പെടുന്നൊരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പാലാങ്കോണം. അത് മാത്രമല്ല, ഇവിടെ രാത്രി കാലങ്ങളിലായാലും അല്ലെങ്കിലും ബസ് സ്റ്റോപ്പ് അനുവദിച്ചു കഴിഞ്ഞാൽ ദൂര യാത്രക്കാർക്കൊക്കെ തന്നെ ഇവിടെ വന്ന് ഇറങ്ങി മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. വർക്കലേക്കായാലും ശരി, കടയ്ക്കാവൂരിലേക്കായാലും ശരി, അഞ്ചേതെങ്ങിലേക്കായാലും ശരി, ഇങ്ങോട്ട് പോകുന്ന സമയത്ത് കാരേറ്റടക്കം ഉള്ള പ്രദേശങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമാർഗം ഈ ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് അനുവദിക്കേണ്ടി വരും. ആ വരുന്ന സമയത്ത് ബസ് വേ ഇല്ലെങ്കിൽ അതിന് സ്റ്റോപ്പ് അനുവദിക്കാൻ ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് ഈ വർക്ക് നടക്കുന്ന സമയത്ത് കൃത്യമായും ബസ് വേ വേണം എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. ഈ ബൈപ്പാസ് നിർമ്മിക്കുന്ന ഈ ഭാഗത്ത് അണ്ടർപാസ് കടന്നു പോകുന്നൊരു ഭാഗമാണ്. അണ്ടർപാസിന് വേണ്ടിയുള്ള ഒരു കുഴിയാണ് ഇവിടെ ഉള്ളത്. ഇതിനോടകം തന്നെ നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പലർക്കും ജീവൻ നഷ്ടമാകുന്ന തരത്തിലുള്ള അപകടങ്ങളാണ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒരു ഇരുചക്ര വാഹനം ഈ കുഴിയിലേക്ക് വീണതായും നാട്ടുകാർ പറയുന്നുണ്ട്. ഈ നാഷണൽ ഹൈവേ വരുന്നു എന്ന് കേട്ടപ്പോഴേ നമുക്കെല്ലാം ഇവിടുത്തെ ജനങ്ങൾക്ക് മൊത്തത്തിൽ ഭയങ്കര ആഹ്ലാദം ആയിരുന്നു. പണികൾ തുടങ്ങിയിട്ട്, നിർമ്മാണ ജോലികൾ തുടങ്ങിയിട്ട് തന്നെ 4 വർഷത്തിൽ കൂടുതലാവുന്നു. അതുപോലെ തന്നെ ഈ പൊന്മുടി അഞ്ചുതെങ്ങ് റോഡാണ് ഈ കടന്നു പോകുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടെ ഇപ്പോൾ വരാൻ പോകുമ്പോൾ ഇതിൻ്റെ പാലം അങ്ങനെയാണ് കെട്ടുന്നത്. അപ്പോൾ ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലും ഫുട്പാത്ത് ഇല്ല. ഈ വരുന്ന നാഷണൽ ഹൈവേയുടെ രണ്ട് സൈഡിലും ബസ് ബേ ഇല്ല. അതുപോലെ തന്നെ ഈ പണികൾ, നിർമ്മാണ ജോലികൾ വളരെ സ്ലോ ആണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിൽ ഈ ബസ് ബേ ഇല്ലയെന്ന് ഞാൻ ഇതിൻ്റെ എഞ്ചിനീയേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഈ പറയുന്ന റോഡിൽ കൂടെ ഫുട്പാത്തും ഇല്ല എന്നാണ് അറിയുന്നത്. ഈ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലല്ലേ ഒരു നാഷണൽ ഹൈവേ വരേണ്ടത്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലെന്ന് പറയുമ്പോൾ വെറും തരിശ് ഭൂമി കൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ജനസാന്ദ്രതയുള്ള കേരളത്തിൽ അങ്ങനെ പറ്റത്തില്ല. എല്ലായിടവും ടൗണാണ്. അപ്പോൾ സ്പെഷ്യലി ഇതൊരു വലിയ ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം ഇത് ഈ റോഡ് കടന്നു പോകുന്ന അഞ്ചുതെങ്ങ്, വർക്കല അങ്ങനെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ഇത് പൊന്മുടി ഇത് കണക്റ്റഡാണ്. അപ്പോൾ ഇതിന് തന്നെ ഫണ്ട് അനുവദിച്ചിട്ട് ഒറ്റ ലെയറേ ഇട്ടിട്ടുള്ളൂ. ഒരു ലെയറേ ഇട്ടിട്ടുള്ളൂ. ഒരു 36 കോടിയോ മറ്റോ അനുവദിച്ചിട്ട് ഇത് വർഷം 3-4 ഒരൊറ്റ ലെയറേ ഇത് ഇട്ടിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള വർക്കുകൾ നിർത്തി വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതുപോലെ ഈ പണികൾ എത്രയും വേഗത്തിൽ തീർത്തു തരികയും നമുക്ക് ഈ ബസ് ബേയും ഈ ഫുട്പാത്തും ഒക്കെ
അനുവദിച്ച് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ആവശ്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിറയൻകീഴത്തെ MLA ശ്രീ വി ശശി MLA, ആറ്റിങ്കലത്തെ MLAക്കും എല്ലാം നമ്മൾ ഈ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്, MP-ക്കും കൊടുത്തിട്ടുണ്ട്. ജനങ്ങളുടെ ഒന്നാമത്തെ ആവശ്യമെന്ന് പറയുന്നത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടത്തി ഈ പണി പൂർത്തിയാക്കണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇവിടെ ഈ അണ്ടർപാസ്, അതായത് ഈ റോഡ് പൂർത്തിയാകുന്നതോടുകൂടി ഈ ഭാഗത്തു നിന്നും അടുത്ത റോഡിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഒരു പാലം വരും. ഇപ്പോൾ ഈ പാലം വരുന്നതോടുകൂടി വാഹനങ്ങളെല്ലാം ഈ പാലത്തിൽ കടന്നു പോകും. പാലത്തിലൂടെ ഈ ഭാഗത്തുള്ള പ്രദേശവാസികൾ നടന്ന് അപ്പുറത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ, അല്ലെങ്കിൽ മസ്ജിദ് ഉൾപ്പെടെയുള്ള ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ഈ പാലത്തിനെ ആശ്രയിക്കേണ്ടി വരും. ഈ പാലത്തിനെ ആശ്രയിക്കുമ്പോഴുള്ള പ്രശ്നമെന്ന് പറയുന്നത് പാലത്തിന് ഇരുവശത്തുമായി നടപ്പാതയുടെ ആവശ്യമുണ്ട്. നിലവിലുള്ള ഒരു സ്കെച്ച് അനുസരിച്ച് പാലം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ജനങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ഇരുവശത്തും നടപ്പാത കൂടി വേണമെന്നാണ് ആവശ്യം. അതുപോലെ തന്നെ ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഈ ഭാഗത്ത് ഒരു സർവീസ് റോഡ് കൂടി വരും. ഈ സർവീസ് റോഡ് കൂടിയാകും നമ്മുടെ പൊതുഗതാഗതം, അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളൊക്കെ കടന്നു വരുന്നത്. ഈ ഭാഗത്ത് ഒരു ബസ് ബേ, അതായത് വലിയ ബസ്സുകൾക്ക്, അതായത് അത് KSRTCയോ സ്വകാര്യ ബസ്സുകളോ ആയിക്കോട്ടെ, ഇവിടെ ഒരു ബസ് ബേ കൂടി അനുവദിച്ചാൽ, അതുപോലെ തന്നെ ഷട്ടിൽ സർവീസും ഇവിടെ നിന്നുണ്ടാകും. അതിനൊക്കെ വേണ്ടി ഇവിടെ ഒരു ബസ് ബേ കൂടി അനുവദിച്ചാൽ ജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായി ഈ ഭാഗങ്ങളിലേക്ക്, ഈ പാലാങ്കോണം ജംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ അഞ്ചുതെങ്ങ്, കടയ്ക്കാവൂർ, അതുപോലെ ആലങ്കോട്, അതുപോലെ തന്നെ ഈ റോഡ് കടന്നു പോകുന്നത് ആലങ്കോട് ചെന്ന് കിളിമാനൂർ വഴി പൊന്മുടിയിലേക്കൊക്കെ പോകുന്ന റോഡാണിത്. അതുകൊണ്ട് തന്നെ പാലാങ്കോണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഈ വികസനങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ആവശ്യം ആ വികസനത്തോടൊപ്പം തന്നെ നമ്മുടെ സൗകര്യങ്ങൾ കൂടി വർദ്ധിപ്പിക്കുക എന്നതാണ്.